നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുക. 5:20 വരെ പരീക്ഷ ഉണ്ടാകും. ഹരികൃഷ്ണൻ, കേൾക്കാമെങ്കിൽ പറയൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ മെഡിക്കൽ അനുബന്ധ ബിരുദ കോഴ്സ് പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷയായിട്ടുള്ള നീറ്റ് എക്സാം, അതാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ, അവസാനഘട്ട തയ്യാറെടുപ്പുകൾ കൂടി പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുകയാണ്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറ നവജീവൻ ബദനി വിദ്യാലയത്തിന് മുന്നിലാണ്. അവിടെ ഈ പരിശോധന, അതായത് 11 മണി മുതൽ തന്നെ ഇവിടെ ദേഹപരിശോധനയൊക്കെ പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ അഡ്മിറ്റ് കാർഡുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ അതിൽ പൂർത്തിയാക്കാനുള്ളതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കയറുന്നു. അതിനുശേഷം ദേഹപരിശോധന നടത്തുന്നു. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പരീക്ഷ നടത്തുന്ന ഏജൻസി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം, വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്താനുള്ള ഒരു സാധ്യത. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ അനുബന്ധ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് അകത്തേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത്. അതായത് ആഭരണങ്ങൾ, മൂക്കുത്തി, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. ഷൂസ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ വെള്ളക്കുപ്പികളൊക്കെ അകത്തേക്ക് കൊണ്ടുപോകാൻ അത് സുതാര്യമായിരിക്കണം എന്നൊരു ഇതുകൂടിയാണ്. മാത്രമല്ല ഈ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുള്ള ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നുണ്ട്, ദേഹപരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങളൊക്കെ പരിശോധന നടത്തുന്ന തരത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരു ക്രമീകരണങ്ങൾ കൂടി ഇതിനകത്ത് ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്, ഈ പരീക്ഷ നടത്തുന്ന ഏജൻസി എന്ന് വേണം പറയാൻ. ഇവിടെ ഈ തിരുവനന്തപുരത്ത് നാലാഞ്ചിറ ഈ എക്സാം സെന്ററിൽ ഏകദേശം 768ഓളം കുട്ടികൾ ഇപ്പോൾ പരീക്ഷ എഴുതാനായി എത്തുന്നുണ്ട്. ഈ 1.25 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ നീറ്റ് എക്സാം എഴുതുന്നത്. ഏകദേശം 1:30 കൂടി ഈ പരീക്ഷാ കേന്ദ്രങ്ങളുടെ പ്രവേശന ഗേറ്റ് അത് അടയ്ക്കും. അതിനു മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തണം എന്നുള്ളതാണ് അറിയുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വിദ്യാർത്ഥികളെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. ശരി ഹരികൃഷ്ണൻ, ഏതായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.